മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള ഭീകരതയ്ക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി ആലുവ ബാങ്ക് കവലയ്ക്ക് സമീപം നടത്തിയ പരിപാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. This news brought to you by സുജയം ഫൈനാൻഷ്യൽ സർവീസസ്. നാളത്തെ ഭാവിയെക്കുറിച്ച് ഇന്ന് തന്നെ ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളുമാണ് നാളത്തെ ഭാവിയെ സുരക്ഷിതമാക്കുന്നത്. ഇതെല്ലാം നമ്മൾ കൊടുത്തതാ, കേന്ദ്ര സർക്കാരിന്റെയാ. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പനും മരുമാനും കൂടെ അപ്പുറത്തോട് ഇപ്പുറത്തോട് നിന്ന് നേരെ നിന്ന് ചൂണ്ടിക്കാണിക്കാനല്ലാതെ ഒരു വികസനം പോലും കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനല്ലാതെ ഒരു വികസനം പോലും ഈ പറഞ്ഞ 10 വർഷത്തിനകത്ത് നടത്തുവാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു സർക്കാർ. അവർ ഇത്തരത്തിൽ അവര് ഹമാസിന്റെ പേര് പറയും, അവർ പാലസ്തീന്റെ പേര് പറയും, അവർ തീവ്രവാദികളെ കൂട്ടുപിടിക്കും. കാരണം അവർക്ക് ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ വികസനത്തിന്റെ കാഴ്ചപ്പാടില്ല, വികസനത്തിന്റെ കഥകൾ പറയുവാനില്ല, ചെയ്തത് കാണിക്കുവാനില്ല. എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് മാത്രമായി ഇവിടെ അവശേഷിക്കുക. അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന ബുദ്ധിജീവികളെയൊക്കെ കൂട്ടിക്കൊണ്ട്, ബുദ്ധിജീവികൾ അവർ വിളിക്കുന്നവരാ, ആ ബുദ്ധിജീവികളെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കാമെന്ന് ഇലക്ഷൻ എടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഇവരെല്ലാം ഓരോരുത്തരുടെ പേരെഴുതുകയാണ്. ആരുടെ? മരണപ്പെട്ട കുട്ടികൾ. കേരളത്തിൽ തന്നെ ഒരു മത തീവ്രവാദിയെ, ഇപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്ന ഒരു മത തീവ്രവാദിയെ മണിക്കൂറുകളോളം കാത്തു നിന്ന ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമുള്ള നാടാണ് കേരളം. എന്നും തങ്ങളുടെ രാഷ്ട്രീയ ലാഭം നോക്കി എപ്പോഴും ഭീകരവാദികൾക്കും മത തീവ്രവാദികൾക്കും ഓശാന പാടുകയും ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്ത രണ്ട് മുന്നണികൾ മാറി മാറി കേരളവും ഇന്ത്യയും ഭരിച്ചു. പക്ഷേ ഭീകരവാദികൾക്ക് കടുത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഭീകരവാദിയുടെ ജാതി നോക്കാറില്ല, തീവ്രവാദിയുടെ മതം നോക്കാറില്ല. ഒരു പോളിസിക്കെതിരാണ് നമ്മൾ ഇവിടെ. കള്ളന്മാരെ എതിർക്കുകയാണെങ്കിൽ കള്ളൻ ബാങ്ക് കൊള്ള ചെയ്താലും എതിർക്കും, കള്ളൻ കട കുത്തിപ്പൊളിച്ചാലും എതിർക്കും, കള്ളൻ ഭണ്ണാരം കുത്തിയാലും നമ്മൾ എതിർക്കും. നമ്മൾ കള്ളനെയാണ് എതിർക്കുന്നത്, കളവിനെയാണ് നമ്മൾ എതിർക്കുന്നത്. എന്ത് പറഞ്ഞ പോലെ ഭീകരവാദത്തെയാണ് ദേശീയ കക്ഷിയായ നരേന്ദ്രമോദിയുടെ പാർട്ടി എതിർക്കുന്നത്. അപ്പോൾ മത തീവ്രവാദവും ഭീകരവാദവും ആര് ചെയ്താലും അവരുടെ മതം നോക്കേണ്ട ആവശ്യമില്ല, ജാതി നോക്കേണ്ട ആവശ്യമില്ല, രാജ്യം നോക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കാശ്മീരിൽ കൃത്യമായിട്ട് സംഭവിച്ച ഞാനും നിങ്ങൾ കണ്ടു, ഇവിടെ സൂചിപ്പിച്ചു. മതം നോക്കി തീവ്രവാദികൾ ആൾക്കാരെ വെടിവെച്ച് കൊല്ലുന്നു, മതം നോക്കിയാ വെടിവെച്ച് കൊന്നത്. അതിന് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുത്തപ്പോ ലോകത്തിന്റെ ഏത് കോണിൽ പോലും ഭീകരവാദി ഒളിച്ചിരുന്നാൽ അവന് സംരക്ഷണം കൊടുക്കില്ല, അവരെ എതിർക്കുവാൻ പറ്റിയ തന്റെ ഇടം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ നിരോധിക്കുവാൻ വേണ്ടി അവിടെ ബാർകോഡ് നൽകി. ആ ബാർകോഡ് നോക്കി ഇത് ഇസ്രായേലിന്റെ ആണെങ്കിൽ ഇത് ഇവിടെ ബഹിഷ്കരിക്കണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏത് ഉൽപ്പന്നമാണെന്ന് നോക്കുന്ന ബാർകോഡ് ഇസ്രായേലിന്റെ ആണ്. ഏത് ഉൽപ്പന്നമാണെന്ന് തിരയുന്ന മൊബൈൽ, ആൻഡ്രോയിഡ് ഇസ്രായേലിന്റെ ആണ്. ആദ്യം അത് നിങ്ങൾ ബഹിഷ്കരിക്കണം, എന്നിട്ട് വേണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ രാജ്യവുമായി സൗഹൃദത്തിൽ തോന്നുന്ന ആ രാജ്യത്തെ എതിർക്കുവാനും ആ സൗഹാർദ്ദം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അതുകൂടി ചെയ്യണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം പരിപാടികൾ ഈ സംസ്ഥാനത്തുടനീളം ഞങ്ങളൊരു മതത്തിനെതിരല്ല എന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. മത തീവ്രവാദികൾക്കെതിരാണ്. അത് ഏത് മതമായാലും ഏത് ഭീകരതയാണെങ്കിലും ആ ഭീകരതക്കെതിരെ കുട്ടികളെയും സ്ത്രീകളെയും കൊല ചെയ്യപ്പെടുന്ന അത്തരം ഭീകരതക്കെതിരെ നാളെയുടെ നാടുകളിൽ ഇടനാഴി പോരാടുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ആഗോള ഭീകരതക്കെതിരെ ജനകീയ കൂട്ടായ്മ നടത്തിയ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്.